ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇന്ന് വീട്ടിലോട്ട് ഇന്ന് പോവുകയാണ്. അപ്പോൾ ഇന്നൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു, ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് പള്ളിയിൽ പോകാനുണ്ട്. ഒരു 8:30 തോന്നുന്നു പള്ളിയിൽ പോകണം. അപ്പോൾ മമ്മി എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ അമ്മ. മമ്മി പള്ളിയിൽ പോയിട്ടുണ്ട്. വന്ന് കഴിഞ്ഞിട്ട് ഞാൻ പോകും. രാവിലെ എഴുന്നേച്ച് പല്ല് തേച്ചതേ ഉള്ളൂ. വീഡിയോ എടുക്കുന്നുണ്ട്. മൂത്ത് പൊട്ടൊക്കെ തൊട്ട് ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചായ ഉണ്ടാക്കണം, ഫുഡ് കഴിക്കണം. ഈ 2 പരിപാടികളും കൂടി ഉണ്ട്. പാൽ ചായക്ക് വേണ്ടിയിട്ട് പാലവിടെ വെച്ചിട്ടുണ്ട്. ഇന്ന് ബ്രെഡും ചിക്കൻ കറിയാണ്. ചിക്കൻ കറി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ബ്രെഡ് ചൂടാക്കുന്നില്ല. ബ്രെഡ് ഇങ്ങനെ എടുത്ത് കഴിക്കുകയേ ചെയ്യുള്ളൂ. അത് ചെയ്തിട്ടുണ്ട്. അത് അവിടെ ആയിക്കൊണ്ടിരിക്കാം. കുറച്ച് കഴിയുമ്പോൾ ചെന്ന് നോക്കാം. ബ്രെഡും ചിക്കൻ കറിയുണ്ട്, പാൽ ചായ. വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ 7:45 എണീച്ചിട്ട് പള്ളിയിൽ ചായക്ക് കുടിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് അപ്പം തന്നെ പോകും പള്ളിയിലോട്ട്. ഒരു അരമണിക്കൂറിൻ്റെ കാര്യമുള്ളൂ. പെട്ടെന്ന് എല്ലാം ചെയ്ത് ചെയ്യും. വീഡിയോ എടുക്കുന്നുണ്ട്. 1 മണിക്കൂർ നേരത്തെ എഴുന്നേച്ച്, അല്ലെങ്കിൽ ടൈം എങ്ങനെ ആവുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ നേരത്തെ എഴുന്നേച്ച് വീഡിയോ എടുക്കലും ഡ്രസ്സ് മാറലും അതൊക്കെ ഫുഡ് കഴിക്കലൊക്കെ നടക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേച്ച്. അപ്പോൾ ഞാൻ പള്ളിയിലോട്ട് പോവാണ്. ഈ ഒരു ടോപ്പ്, ഇതൊരു ടോപ്പാണ്. അതിൻ്റെ അടിയിൽ ജീൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിട്ടിട്ടാണ് പോകുന്നത് കേട്ടോ പള്ളിയിൽ. ഈ ടോപ്പ് എന്താ അമ്മ തയ്ച്ചതാണ്. ഒരുത്തി എഴുന്നേച്ച് വന്നിട്ടുണ്ട്. ഒരുത്തി പോണ്. വാ ഇങ്ങോട്ട് വാ, ഇവിടെ അടുത്ത് വാ. ഉറക്കത്തിന് എഴുന്നേച്ചിരിക്കുന്നുണ്ട്. ഒരു മകൊരു കണ്ട. ഇപ്പം എഴുന്നേച്ചതേ ഉള്ളൂ. പള്ളിയിൽ പോയിട്ട് ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ്. പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ ഞാൻ കുറച്ച് നേരം കിടന്നിട്ടുണ്ടായിരുന്നു. ഫോൺ നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ തലൊന്ന് ജീവിയായിരുന്നു. പെയിൻ ജീവി വെച്ചിട്ട് ജീവി കഴിഞ്ഞിട്ട് കുറച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കണ്ണ് എന്തോ, ഞാൻ കുറേ നേരം എനിക്ക് കണ്ണ് കടിക്കണമെന്ന് പറയുകയാണെങ്കിൽ കടിച്ചുകൊണ്ടിരിക്കണം. ഞാൻ കുറേ നേരം തിരുമിട്ട് കണ്ണ് ചുമന്ന് കണ്ണിൽ നിന്ന് വെള്ളം വന്നു. എന്തോ നല്ലതുപോലെ തടയുന്നുണ്ട് ഇപ്പോഴും. കണ്ണിൽ പോയത് ഒരു കരട് പോലത്തെ സാധനമായിരുന്നു കേട്ടോ. അതൊക്കെ എടുത്തു. പിന്നെ എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് തേക്കാൻ വേണ്ടി പോവാൻ കേട്ടോ. അപ്പം ഞാനൊരു കാപ്പിപ്പൊടിയും പഞ്ചസാരയും പിന്നെ തക്കാളിയുടെ നീര്, അപ്പോൾ അതൊക്കെ കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന്. ഞാനത് ഫേസിൽ പറ്റുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ തേച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു 10 മിനിറ്റ് വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് ഞാൻ ആ ഒരു തക്കാളി വെച്ചിട്ട് ഫേസിൽ ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് ഞാൻ പിന്നെ കഴുകി കളയാനായിട്ടാണ് ചെയ്തത്. ഇത് ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്, എപ്പോഴും ചെയ്യാറില്ല, ഇടയ്ക്കൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. എപ്പോഴും ചെയ്താലാണ് അതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് ടി വി വെച്ചേക്കണതിൻ്റെ ശബ്ദം നല്ലതുപോലെ കേൾക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. തേച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ കഴുത്തിൽ മാല കിടക്കണ കാര്യം ഞാൻ ഓർത്തത്. പിന്നെ ഞാനത് ഊരാൻ നിന്നില്ല. പിന്നെ അതവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. കഴുകിയപ്പോൾ ആ ഭാഗത്ത് എനിക്ക് മര്യാദക്ക് കഴുകാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെയൊക്കെയാണ് വന്നേക്കുന്നത് ഫേസിൽ. ഒരു ഉച്ചയായപ്പോഴേക്കും ചോറും ചിക്കൻ കറിയും കൂട്ടിയിട്ട് ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ. ഡ്രസ്സൊക്കെ നേരത്തെ പാക്ക് ചെയ്ത് വെച്ചോട്ടോ, അല്ലെങ്കിൽ ഞാനിത് മറന്നു വയ്ക്കഴിഞ്ഞാൽ ഇത് എടുക്കാൻ വേണ്ടി ഞാൻ പിന്നെയും വരേണ്ടി വരും. പിന്നെ ഞാൻ വീട്ടിലോട്ട് പോയായിരുന്നു കേട്ടോ. ഞാൻ ബസ് കയറി. പിന്നെ ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് കുറച്ച് പോകാനുണ്ട് വീട്ടിലോട്ട്. ഇതേ ഞങ്ങളുടെ അവിടെ പാടത്ത് വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. ഇതിനേക്കാളും കൂടുതൽ വെള്ളം കയറിയായിരുന്നു. ഇന്ന് മഴ പെയ്യാത്തതുകൊണ്ട് വെള്ളം കുറച്ച് ഇറങ്ങിയതാണ്. റോഡിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതേ നീലുവിനെ ഒന്ന് ജസ്റ്റ് എടുക്കണം, സീസുവിനൊക്കെ ഒന്ന് എടുക്കണം, അല്ലെങ്കിൽ സീനാണ്. പിന്നെ അടുത്തുനിന്ന് പോകത്തില്ല അവർ. വീട്ടിൽ വന്നൊന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ചക്ക ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചക്ക മുറിച്ചു കേട്ടോ. ചക്ക മുറിച്ച് അതിൽ നിന്ന് ഞാൻ കഴിച്ചിട്ടോ കുറച്ചെടുത്ത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ചായയും കുടിച്ച്. ചക്കയും ചായയും കൂടി. അമ്മ അവിടെ നിന്ന് ചീത്ത പറയുന്നുണ്ട്, ചക്കയും ചായയും കൂടിയാണ് ഇവിടെ കഴിക്കണേന്ന് പറഞ്ഞ്. എനിക്ക് അങ്ങനെ ഒന്നും. എന്തായാലും നാളെ സ്കൂൾ ഓപ്പൺ ചെയ്യുവാണ്. 2-ാം തീയതി ഓപ്പൺ ചെയ്യുമല്ലോ. അപ്പം സ്കൂളിൽ പോകണം. അപ്പം എനിക്ക് ചെടികളൊന്നും വലിയ കാര്യമായിട്ട് നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ പെട്ടെന്ന് ഒന്ന് ചെടിയൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത്, അതിൻ്റെ ഇടയിൽ പുല്ല് വന്നത് ക്ലീൻ ചെയ്ത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോഴത്തേക്കും കൊതുക് സഹിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോഴത്തേക്കും സമയം ഇരുട്ടായി, 6 മണി കഴിഞ്ഞ്. അപ്പോഴത്തേക്കും പിന്നെ ഞാൻ അങ്ങനെ അകത്തോട്ട് കയറി കുളിക്കാൻ വേണ്ടി കയറി കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു. പറ്റുന്നില്ല, നല്ല കൊതുവാണ്. അപ്പം ഞാൻ എൻ്റെ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.